വണ്ടി വരുന്നുണ്ട്, വണ്ടി വരുന്നുണ്ട്, വണ്ടി വരുന്നുണ്ട്. എനിക്ക് പോകാനുള്ള വണ്ടി വരുന്നുണ്ട്, എനിക്ക് പോകാനുള്ള വണ്ടി വരുന്നുണ്ട്. എന്താണോ ശബ്ദം കേട്ടേ? അത് വല്ല മരക്കം പൊടിഞ്ഞു വീണായിരിക്കും. ആടാ നീ ആസാനെ, ഒരുത്തണ്ടാ വണ്ടി കയറിക്കണു. എന്തിനാ വണ്ടി ചാടി കയറിയ? അവൻ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ബാബു പിടിച്ചിറക്കണം അവനെ. ഓരോന്ന് വന്ന് കേറിക്കോളും. ഓരോരോ മാരണങ്ങൾ. എനിക്ക് വണ്ടിയിൽ പോണം, എനിക്ക് വണ്ടിയിൽ പോവാനോ. ആശാനെ ഞാൻ കുട്ടിയെ കൊള്ളൂല, പിടിച്ചേക്കല്ലേ. എനിക്ക് വണ്ടിയിൽ പോണം. ബാബു അവനെവിടെ? വണ്ടി ചാടി കയറിയെന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയല്ലേ, അതിന്റെ ടയറിന്റെ അടിയിൽ അങ്ങനെ പെട്ടിരുന്നെങ്കിലോ? എന്നിട്ട് അവന്റെ നിപ്പ് കണ്ടില്ലേ? എടാ മനസ്സിന് സുഖമില്ലാത്ത ആളാ. വട്ട് കേസാണല്ലേ ബാബു. ഇറങ്ങ ഇറങ്ങ. ഇച്ചാൻ എന്തായാലും അവനോട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ. നീ സമാധാനിക്കേ. നിനക്ക് ലോഡ് കയറ്റി നാളെ കാലത്ത് പോയാൽ പോരെ, അപ്പോഴേക്കും ഞാൻ അവനെ മാറ്റിക്കോളാം. ഞാൻ ലോഡ് കയറ്റാൻ വരുമ്പോ അവനോട് കണ്ടേക്കരുത്. ഉണ്ടാവില്ല. ബാബു വാ. ഈ ലോറി കണ്ടപ്പോ ഇവനിത് എന്ത് പറ്റി? ഒന്ന് പുറത്തു പോകാത്ത ആളാണല്ലോ. ഇച്ചാൻ ആ മാരണത്തെ ഓടിച്ച് കളഞ്ഞാൽ മതിയായിരുന്നു. പറഞ്ഞു വിടാന്ന് പറഞ്ഞല്ല. ആശാനെ കയ്യിലെന്തോ ഇരിക്കുന്നു. ഏ ഒച്ച് തട്ടിക്കളടാ. അവിടെ നിങ്ങളുടെ കയറിയാണ്. ഡോക്ടറെ. യെസ് കമിൻ. ഞാൻ കുറേ ദൂരേന്ന് വരിക. ഇരിക്കൂ. കുറേ ദൂരെ എന്ന് പറയുമ്പോൾ എവിടെയാ? കുറേ ദൂരെ, കുന്നും മലയും ഒക്കെ കയറി പോണം. ശരി, എന്താ ഉപ്പയുടെ പ്രശ്നം? എൻ്റെ മോനെ, ഓ നല്ല മിടുക്കനായിരുന്നു. കുറച്ച് കൊല്ലായിട്ട് ഓനെ കാണാനില്ല. ഡോക്ടർക്ക് ഓനെ ഒന്ന് കണ്ടുപിടിച്ച് തരാൻ പറ്റുമോ? ഉപ്പ ഏത് ഡോക്ടറെ കാണാനാ കാർഡ് എടുത്തത്? കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? എന്തേ? കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോന്ന്. ഉപ്പ ഇതെന്നെയല്ല കാണിക്കേണ്ടത്. സൈക്യാട്രിയിലോ ഡോക്ടർക്ക് കാർഡ് എടുത്താൽ മതി കേട്ടോ. സൈക്യാട്രി, മനസ്സിലായോ? ഡോക്ടറെ, നിങ്ങൾ മനസ്സ് വെച്ചാലേ എൻ്റെ മോനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഡോക്ടറെ. വാ. OT-ന്നൊരു കോൾ ഉണ്ടായിരുന്നു. അടുത്ത ആഴ്ച രമേശ് ഡോക്ടർ ലീവാ. പുള്ളിക്കാരൻ്റെ ചില സർജറീസൊക്കെ പോസ്റ്റ്പോൺ ചെയ്തിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ OT ഉപയോഗിക്കാം. വേണേ 2 യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. ഹലോ, വല്ല സീരിയസ് ഡിസ്കഷൻ ആണോ? ഒന്നുമില്ല. ഞാൻ മാഡത്തിനെ വിളിച്ചിരുന്നു. ഞാൻ കണ്ടു. പക്ഷേ അപ്പോൾ OP-ലായതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അല്ല, വിവേകിന് എന്താ ഹേണിയാണോ? യെസ്, റിപ്പോർട്ട്സ് കണ്ടില്ലേ? കണ്ടു. പക്ഷെ അയാൾ നല്ല കക്ഷിയാ. സിംറ്റംസ് ഗൂഗിൾ ചെയ്തിട്ട് ഹൈഡ്രോസിലാണെന്ന് പറഞ്ഞ് 8 വർഷം കൊണ്ടുവരണം. കഷ്ടം. ഇപ്പൊ ഈ ഗൂഗിള് നോക്കിയിട്ട് വരുന്ന പേഷ്യൻസിനെ കൊണ്ടുള്ള പ്രശ്നം വലിയതായിട്ടിരിക്കുക. ഇവര് ഗൂഗിള് നോക്കിയിട്ട് സർവ്വ മെഡിക്കൽ ടേംസ് നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും. നമ്മുടെ ജോലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഗൂഗിള് നോക്കിയിട്ട് കണ്ട ഡയഗ്നോസിസും നമ്മുടെ ഡയഗ്നോസിസും ശരിയാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്ത് കൊടുക്കൽ മാത്രമായിട്ടുണ്ട്. വെരി ട്രൂ. ഇനിയിപ്പോ എന്നാണ് അവ യൂട്യൂബ് നോക്കിയിട്ട് സർജറീസ് നടത്താൻ പോകുന്നത്? അവരെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മുടെ കൂട്ടത്തിലുള്ള ഡോക്ടേഴ്സ് തന്നെ പലരും യൂട്യൂബേഴ്സ്. അതെ, ഡോക്ടേഴ്സ് വീഡിയോ പോസ്റ്റ് ചെയ്യും, കാണുന്നവര് സിംറ്റംസ് കമന്റ് ചെയ്യും. പിന്നെ സബ്സ്ക്രിപ്ഷൻ കൂട്ടാൻ വേണ്ടി കുത്തിയിരുന്ന് കമന്റ്സിന് റിപ്ലൈയും കൊടുക്കും. തീർന്നു കൺസൾട്ടേഷൻ. എന്നാ പിന്നെ നിങ്ങളുടെ പരിപാടി നടക്കട്ടെ. ഞാനും പറട്ടെ. ഞാനും ഇറങ്ങാൻ നിൽക്കാം. തനമോള് വന്നപ്പോ തൊട്ട് പറയാം, കേരളത്തിൽ വന്നിട്ട് എവിടെയും കൊണ്ടുപോയില്ലാണ്. അതുകൊണ്ട് ചെറിയ ട്രിപ്പ്. അപ്പൊ നാളെ ഔട്ട് സ്റ്റേഷൻ ആണല്ലേ? ജസ്റ്റ് ഡ്രൈവ്. രാവിലെ പോയിട്ട് വൈകുന്നേരം വരും. ശരി.